Good evening all. ഇത് ഓംസ് ലോജിക്കിന്റെ മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. പ്രീവിയസ് സെഷനിൽ നമ്മൾ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഡിസ്കസ് ചെയ്തു. അതിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ആണ്. പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ ബേസിക്കലി ഇൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ പാരലൽ ആണ് ആ സർക്യൂട്ട് എങ്കിൽ അവിടെ ഡിവൈഡ് ആയി പോകുന്നത് ആരായിരുന്നു? ഇൻ സീരീസ് സർക്യൂട്ട് ദി കറണ്ട് ഫ്ലോയിങ് വിൽ ബി ത്രൂ ഔട്ട് ദ സെയിം, വേറാസ് ഇൻ പാരലൽ സർക്യൂട്ട് കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ്. അല്ലെ, കറണ്ട് ഡിവിഷൻ ടേക്സ് പ്ലേസ്. പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിവിഷൻ ടേക്സ് പ്ലേസ്. ആൻഡ് രണ്ട് നോഡുകൾക്കിടയിൽ മറ്റേ എലമെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പാരലൽ ആകത്തില്ല. സോ പാരലൽ കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് പാരലൽ ബ്രാഞ്ചസിന്റെ അക്രോസ് വരുന്ന ഇ എം എഫ് വിൽ ബി സെയിം ഇൻ ഇലക്ട്രിക് സർക്യൂട്ടിൽ. നമ്മൾ എന്തും മാഗ്നറ്റിക് സർക്യൂട്ടിൽ പഠിക്കുന്നത് എങ്ങനെയായിരുന്നു? കമ്പയറിംഗ് വിത്ത് ഇലക്ട്രിക് സർക്യൂട്ട് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഞാൻ കൺസിഡർ ചെയ്താൽ അതൊരു പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ടിന് പകരം ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് ആരായിരിക്കണം? ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിന്, അതെ, ഫ്ലക്സ്. അനലോഗസ് ആണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഗെറ്റ്സ് ഡിവൈഡഡ്. അത് ക്ലിയർ ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് gets divided. Okay. ഇനി ഇലക്ട്രിക് സർക്യൂട്ടിലെ ഇ എം എഫ്, രണ്ട് പാരലൽ ബ്രാഞ്ചസിന് അക്രോസ് ഉള്ള ഇ എം എഫ് സെയിം ആയിരുന്നെങ്കിൽ ഇവിടെ രണ്ട് പാരലൽ പാത്തുകൾക്ക്, പാരലൽ എന്ത് പാത്ത്? അക്രോസ് പാരലൽ മാഗ്നറ്റിക് പാത്ത്, പാരലൽ ആയിട്ടുള്ള മാഗ്നറ്റിക് പാത്തിന് അക്രോസ് വരുന്ന എം എം എഫ് വിൽ ബി സെയിം. എം എം എഫ് വിൽ ബി സെയിം. ഇതാണ് ഇവിടെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു കോർ ആണ്. ലെറ്റ് ഇറ്റ് ബി ആൻ അയൺ കോർ. ഒരു അയൺ കോർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഡെമോ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അയൺ കോറില് ഈ കമ്പ് പോലെ ഇരിക്കുന്ന സെക്ഷനെ വിളിക്കുന്ന പേരാണ് ലിംബ്. കമ്പ് പോലെ ഇരിക്കുന്നതാണ് ലിംബ്. ഈ ലിംബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈൻഡിങ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ലിംബിൽ നമുക്ക് വൈൻഡ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റില് ലിംബുണ്ട്, മിഡിലിൽ ഒരു ലിംബുണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ലിംബുണ്ട്. ഈ ഒരു എക്സാമ്പിൾ ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് മിഡിലെ ലിംബിലാണ് ഞാൻ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ദിസ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു സപ്ലൈ. അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു. ഈ കറണ്ട് ഐ എന്റെ വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലക്സ് ഫൈ ഉണ്ടാകുന്നു. ഇത് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാ കേസിലും അറിയാവുന്നതാണ്. when a conductor carries a current, there will be magnetic flux around the conductor എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ട് പഠിക്കാം. എന്റെ ഈ വൈൻഡിങ് കൂടെ വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സപ്ലൈക്ക് അക്രോസ് കൊടുക്കുമ്പോൾ ആ വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കറണ്ട് ഐ when flows through a winding of n turns, അവിടെ ni ഡെവലപ്പ് ചെയ്യുന്നു. ni എന്ന് വെച്ചാൽ എന്താണ്? എം എം എഫ്. എം എം എഫ് ഡെവലപ്പ് ചെയ്യുന്നു. ആര് കാരണം? n into i കാരണം. ആ ടോട്ടൽ എം എം എഫ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ മാഗ്നറ്റിക് സർക്യൂട്ടിന് വേണ്ട ഫ്ലക്സിനെ അവിടെ ഫ്ലോ ചെയ്യിക്കുന്നത്. ഫ്ലക്സിനെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ എം എം എഫ് ആണ്. ഈ എം എം എഫ് ഫ്ലക്സിനെ എവിടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിക്കണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, എന്റെ ഈ കറണ്ട് കാരണം ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടായി. ആ ഫ്ലക്സിന് ഞാനിട്ട പേരാണ് ഫൈ. ഫൈ ഇവിടെ വന്നിങ്ങനെ നോക്കിയേ, പോയിന്റ് എയിൽ വന്നിങ്ങനെ നോക്കിയപ്പോൾ അതിന് രണ്ട് മാഗ്നറ്റിക് പാത്ത് ഉണ്ട്. ദേ ഗെറ്റ് ഡിവൈഡഡ് ഇൻടു ടു. ഒന്ന് ഫൈ 1 ആയിട്ട് പോയി, മറ്റൊന്ന് ഫൈ 2 ആയിട്ട് പോയി. സോ ഫസ്റ്റ് പോയിന്റ് അറ്റ് പോയിന്റ് എ ഇവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ഈ ഫിഗറിൽ അറ്റ് പോയിന്റ് എ our magnetic flux gets
ഡിവൈഡഡ്. എങ്ങനെ ഡിവൈഡ് ആയി? 5-1 ആൻഡ് 5-2 ആയി ഡിവൈഡ് ആയി പോയി. ഇനി ഇവിടെ ഫ്ലക്സ് ഉണ്ടാകാൻ കാരണം എന്തെന്ന് ആദ്യമേ പറഞ്ഞു. എന്ത് കാരണമായിരുന്നു? വെൻ ഐ ഫ്ലോസ് ത്രൂ എൻ, MMF ആയ NI ഉണ്ടാകുന്നു. ആ NI കാരണം എന്തുണ്ടാകുന്നു? ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇവിടെ എന്തായി പോയത്? ഡിവൈഡ് ആയി പോയി. ഇനി നമ്മളെ കറണ്ടിന്റെ കേസ് പറയുന്ന കണക്ക് തന്നെയാണ്. ഒരു ബ്രാഞ്ച് എടുക്കുമ്പോൾ ത്രൂ ഔട്ട് ദി ബ്രാഞ്ചിലെ കറണ്ട് എന്തായിരിക്കും? ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ ത്രൂ ഔട്ട് ദാറ്റ് ബ്രാഞ്ചിലെ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എന്റെ മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന വാക്കെന്ന് പറയുന്നത് മാഗ്നറ്റിക് പാത്ത്. ഈ മാഗ്നറ്റിക് പാത്തിന് ത്രൂ ഔട്ട് എന്തായിരിക്കും? ഫ്ലക്സ് സെയിം ആയിരിക്കും. ഏത് മാഗ്നറ്റിക് പാത്തില്? അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മാഗ്നറ്റിക് പാത്ത് എന്ന് നോക്കി. ഈ കാണുന്ന ഡി മുതൽ എ വരെ അല്ലെങ്കിൽ ജി മുതൽ എ വരെയുള്ള എന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? ഫൈ ആണ്. അപ്പൊ ഡി ടു എ അഥവാ ജി ടു എ, അവിടുത്തെ ഫ്ലക്സ് എന്താണ്? ഫ്രം ജി ടു എ അല്ലെങ്കിൽ ജി ടു എ ഓർ ഡി ടു എ. ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഫൈ ആണ്. ത്രൂ ഔട്ട് സെയിം ഫ്ലക്സ് ഫൈ ആണ്. സോ അതൊരു മാഗ്നറ്റിക് പാത്ത് ആണ്. ആര്? ഡി എ ഓർ ജി എ. അത് ക്ലിയർ ആയേ അല്ലേ? ചെറിയ കാര്യമാണ്, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, എന്റെ 5-1 ഫ്ലോ ചെയ്യുന്ന മാഗ്നറ്റിക് പാത്തിന് ഒരു പേരൊന്നിട്ടേ കാണട്ടെ. ഈ കിടക്കുന്ന നെയിംസ് വെച്ചിട്ട് അതിന്റെ മാഗ്നറ്റിക് പാത്ത് ഏതുവരെയാണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ പറഞ്ഞു ഒരു മാഗ്നറ്റിക് പാത്തിൽ ത്രൂ ഔട്ട് ഒരു ഫ്ലക്സ് സെയിം ആയിരിക്കും. എന്റെ ഡി ടു എയില് സഞ്ചരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ആണ്. അപ്പൊ അതൊരു മാഗ്നറ്റിക് പാത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ 5-1ന്റെ മാഗ്നറ്റിക് പാത്ത് ഏത് പോയിന്റ് പോലെ ഏത് പോയിന്റ് വരെയാണ്? ഒന്ന് പറയാമോ? എ ബി സി ഡി. എന്റെ 5-1 എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ബിയിലേക്ക് വന്നു, സിയിലേക്ക് വന്നു, ഡിയിലേക്ക് വന്നു. അപ്പൊ മാഗ്നറ്റിക് പാത്ത് 5-1 ചോദിക്കുമ്പോൾ എ ബി സി ഡി വരെയുള്ളോ? എ ബി സി ഡി എ വരെ പോണോ? ഡി വരെ. അപ്പൊ എ ബി സി ഡി അത്രയും നീളമാണ് നമ്മുടെ മാഗ്നറ്റിക് പാത്ത് ഫോർ 5-1 എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പാത്ത് ഫോർ 5-1 എന്ന് പറയുന്നത് എ ബി സി ഡി ആണ്. അത് ക്ലിയർ ആണ്. ആൻഡ് മാഗ്നറ്റിക് പാത്ത് ഫോർ 5-2 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഈ ഓർഡറിൽ പറയുമ്പോൾ എയിൽ നിന്ന് ഇയിലേക്ക് പോയി, ഇയിൽ നിന്ന് എഫ്, എഫിൽ നിന്ന് ജിയിലേക്ക്. അപ്പോൾ എ ഇ എഫ് ജി ആണ് മാഗ്നറ്റിക് പാത്ത് ഫോർ 5-2 എന്ന് പറയുന്നത്. അത് നമുക്ക് ക്ലിയർ ആയി. ഇനി ഒരു ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ആ ബ്രാഞ്ചിന് അക്രോസ് ഒരു ഇ എം എഫ് ഉണ്ടായിരിക്കണം. ആ ബ്രാഞ്ചിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സിമിലർലി ഈ ഒരു മാഗ്നറ്റിക് പാത്ത്, നമ്മുടെ മാഗ്നറ്റിക് സർക്യൂട്ട് വരുമ്പോൾ എന്റെ ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്ന മാഗ്നറ്റിക് പാത്തിൽ ത്രൂ ഔട്ട് ഫ്ലക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന് അക്രോസ് ഒരു MMF വേണം. സോ എന്റെ 5-1 ഉണ്ടാക്കാൻ കാരണക്കാരനായ MMFന് ഞാനിട്ട പേര് MMF required for 5-1 എന്ന് പേരിട്ടു. ഓക്കെ. സിമിലർലി 5-2ന് കറസ്പോണ്ടിങ് MMFന് ഞാനിട്ട പേര് MMF required for 5-2. ഇത് ക്ലിയർ ആണ്. എവിടെ ഫ്ലക്സ് ഉണ്ടോ അതിന് കാരണക്കാരനായിട്ട് അവിടെ ഒരു MMF ഉണ്ട്. ഇത് പറയുന്നതിന് എടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. കാര്യം എന്റെ ഫ്ലക്സ് ഫൈ, ഇതിനും ഒരു MMF വേണം. MMF ഫോർ ഫൈ. ഇനി ഒരു കാര്യം, എന്റെ ഇതില് പാരലൽ പാത്സ് എന്ന് പറയുന്നത്, ഈ പാരലൽ പാത്സ് എന്ന് പറയുന്നത് ഡിവൈഡ് ആയി പോയ രണ്ട് മാഗ്നറ്റിക് പാത്തുകളാണ്. എ ബി സി ഡി and A, E, F, G are parallel paths here. Here, parallel path
are A, B, C, D and A, E, F, G. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എ ബി സി ഡിയിലെ ഫ്ലക്സ് ഏതാണ്? Φ1. എ ഇ എഫ് ജിയിലെ ഫ്ലക്സ് ഏതാണ്? Φ2. സോ എം എം എഫ് റിക്വയർഡ് ഫോർ Φ1 ഷുഡ് ബി ഈക്വൽ ടു എം എം എഫ് റിക്വയർഡ് ഫോർ Φ2. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? കാര്യം അവര് തമ്മിൽ പാരലൽ ആണ്. കാര്യം ഏതിലാണോ വൈൻഡിങ് ഇരിക്കുന്നത് ആ വൈൻഡിങ് ഇരിക്കുന്ന മാഗ്നറ്റിക് പാത്തിൽ ആ വൈൻഡിങ് കാരണമാണ് ടോട്ടൽ എം എം എഫ് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഫൈ ഉണ്ടാക്കാനുള്ള എം എം എഫ് എന്നല്ല, ആ എൻറ്റയർ സർക്യൂട്ടിന് വേണ്ട എം എം എഫ് ഉണ്ടാക്കുന്ന ആരാണ്? എന്റെ വൈൻഡിങ് എന്നിലൂടെ ഐ ഫ്ലോ ചെയ്യുമ്പോഴാണ് ടോട്ടൽ എം എം എഫ് നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അത് പാരലൽ പാത്തിൽ ഉൾപ്പെടുത്തരുത്. മറ്റ് രണ്ട് ഡിവൈഡ് ആയി പോകുന്ന ബ്രാഞ്ചസ് ആണ് എന്ത്? പാരലൽ പാത്ത്. അവിടുത്തെ എം എം എഫുകൾ എന്താണ്? സെയിം ആണ്. എം എം എഫ് ഫോർ Φ1 ഈസ് ഈക്വൽ ടു എം എം എഫ് ഫോർ Φ2. ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. ഇനി എന്റെ ഫ്ലക്സ് ഫൈക്കും ഒരു എം എം എഫ് വേണ്ടേ? ഇവിടുന്ന് N എന്ന് പറയുന്ന വൈൻഡിങ്ങിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഒരു എം എം എഫ് ഉണ്ടായി എന്ന് പറഞ്ഞു. ആ എം എം എഫ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഫൈക്ക് മാത്രമല്ല, അല്ലെങ്കിൽ Φ1 മാത്രമല്ല, Φ2 മാത്രമല്ല. അപ്പോൾ ഫൈക്ക് വേണ്ട എം എം എഫ് പ്ലസ് Φ1 വേണ്ട എം എം എഫ് പ്ലസ് Φ2 വേണ്ട എം എം എഫ്, അതാണ് നമ്മുടെ ടോട്ടൽ എം എം എഫ്. അതെടുത്ത് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും എം എം എഫ് റിക്വയർഡ് ഫോർ ഫൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ എം എം എഫ് എന്ന് നിങ്ങൾക്ക് തോന്നാം. കാര്യം ഇവിടെ നിന്നല്ലേ നമ്മുടെ ഫൈ ഒറിജിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ നമ്മുടെ ടോട്ടൽ എം എം എഫ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ആയിരിക്കും നോക്കാമേ. ടോട്ടൽ എം എം എഫ് ഈസ് ഈക്വൽ ടു എം എം എഫ് റിക്വയർഡ് ഫോർ ഫൈ, അതായത് നമ്മുടെ വൈൻഡിങ് ഇരിക്കുന്ന എം എം എഫ് പ്ലസ് മറ്റ് രണ്ട് പാരലൽ പാത്തിലെ എം എം എഫുകൾ സെയിം ആണ്, അവര് പാരലൽ ആണ്. അതിന് അക്രോസ് ഉള്ള എം എം എഫ് ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ എടുത്താൽ മതി. എം എം എഫ് റിക്വയർഡ് ഫോർ Φ1 ഓർ Φ2. ക്ലിയർ ആയ? ഇതാണ് നമ്മുടെ ടോട്ടൽ എം എം എഫ് റിക്വയർഡ് ഫോർ ദിസ് 4 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഫൈ എന്ന് പറയുന്ന ഫ്ലക്സ് ഉണ്ടാക്കി അത് Φ1 Φ2 ആയിട്ട് ഡിവൈഡ് ആയി പോകാൻ വേണ്ട ടോട്ടൽ എം എം എഫ് എന്ന് പറയുന്നത് എം എം എഫ് ഫോർ ഫൈ പ്ലസ് എം എം എഫ് ഫോർ Φ1 അല്ലെങ്കിൽ എം എം എഫ് ഫോർ Φ2 ആണ്. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എം എം എഫിന്റെ മറ്റൊരു ഇക്വേഷൻ ഒന്ന് പറയാവോ? ടോട്ടൽ എം എം എഫ് ഈസ് ഈക്വൽ ടു എൻ എന്ന് പറയുന്ന വൈൻഡിങ്ങിലൂടെ, എൻ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു വൈൻഡിങ്ങിലൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ടോട്ടൽ എം എം എഫ്. ഇതും കൺഫ്യൂഷൻ ആവരുത്. ഈ എൻ ഐ എന്ന് പറയുന്നത് ഈ എം എം എഫ് ഫോർ ഫൈക്ക് തുല്യമാണെന്ന് വിചാരിച്ച് കളയരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എൻ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഈ സർക്യൂട്ടിന് വേണ്ട ടോട്ടൽ എം എം എഫ് ആണ്. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി സീരീസ് സർക്യൂട്ടിൽ പറഞ്ഞതുപോലെ ഒരു കഥ ഇവിടെയും പറയാനുണ്ട്. ഇൻ സീരീസ് സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. ഇൻ സീരീസ് ഇലക്ട്രിക് സർക്യൂട്ടില് ഇൻ പാരലൽ ഇലക്ട്രിക് സർക്യൂട്ടില് ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 plus R2 plus etc. Similarly, in parallel electric circuit, 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3 etc. Okay. ഇതേ റിലേഷൻ ആണ് എവിടെയും വരുന്നത്. ഫോർ മാഗ്നറ്റിക് സർക്യൂട്ട്, ഫോർ മാഗ്നറ്റിക് സർക്യൂട്ടിൽ പറയുമ്പോൾ for magnetic circuit സീരീസ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആരെ കുറിച്ചായിരിക്കും? റിലക്റ്റൻസിനെ കുറിച്ച്. അതെ, ഇവിടെ അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് റിലക്റ്റൻസിന്റെ കഥയാണ്. റിലക്റ്റൻസ് സീരീസിന്റെ കേസില് റിലക്റ്റൻസ് എന്ന് പറയുന്നത് എസ് എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു S1 പ്ലസ് S2 പ്ലസ് S3 എക്സെട്ര. അതായത്
റിലക്റ്റൻസ് ഓഫ് ഒരു പാത്ത് പ്ലസ് റിലക്റ്റൻസ് ഓഫ് അടുത്ത സർക്യൂട്ട് പ്ലസ് റിലക്റ്റൻസ് ഓഫ് അടുത്ത സർക്യൂട്ട്, ഈ മൂന്നുപേരെയും സീരീസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് മാഗ്നറ്റിക് സർക്യൂട്ടില്. സീരീസ് ആകുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്, ഫ്ലക്സ് സെയിം ആണ്, ഫ്ലക്സ് സെയിം ഒരു പോയിന്റിൽ തന്നെ എല്ലാം ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചാണ്. ഇനി പാരലൽ എടുക്കുമ്പോഴോ ഇപ്പോ പറഞ്ഞ കഥയാണ്, കറണ്ട് ഡിവൈഡ് ആകുന്നതാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഡിവൈഡ് ആകും, MMF സെയിം ആയിരിക്കും. ഇനി റിലക്റ്റൻസിന്റെ കേസ് എടുക്കുമ്പോഴോ റെസിസ്റ്റൻസ് പറഞ്ഞ അതേ കഥ, 1/S effective is equal to 1/S1 plus 1/S2 plus 1/S3 etc. ഓക്കെ, ഇത്രയാണ് ഇവിടെ ബേസിക് കൺസെപ്റ്റ്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ജസ്റ്റ് ഇതിൽ എന്തെങ്കിലും വിട്ടുപോയോ ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതിൽ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു പോയിന്റ് റിലക്റ്റൻസിന്റെ കാര്യമാണ്. നമ്മളിവിടെ ഈ ഒരു കേസിൽ എത്ര പാരലൽ പാത്സ് ഉണ്ട്, അല്ല എത്ര പാത്തുകളുണ്ട് ഇവിടെ ഈ സർക്യൂട്ടില്? 3 ഉണ്ട്. ഒന്ന് DA അഥവാ GA, അത് രണ്ടും സെയിം ആണ്, ഈ സെയിം ലിംബിലല്ലേ. DA അഥവാ GA, വേറൊന്ന് ABCD, മറ്റൊന്ന് AEFG. അപ്പോൾ ഈ 3 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാകണം? റിലക്റ്റൻസ് ഉണ്ടാകണം. അപ്പൊ ആദ്യത്തെ ABCD-യുടെ റിലക്റ്റൻസ് ഞാൻ വിളിച്ച പേര് S1, AEFGക്ക് ഞാൻ വിളിച്ച പേര് S2. ഇനി ഇവിടെ മിഡിലത്തതിന് ഞാൻ വിളിച്ച പേര് S എന്നിരിക്കട്ടെ, റിലക്റ്റൻസ് S ആണ്. അപ്പോൾ ടോട്ടൽ റിലക്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും സമ്മ. ഓക്കെ, സമ്മല്ല, റെസിപ്രോക്കൽസിന്റെ സമ്മ. ഇനി റിലക്റ്റൻസിന്റെ ജനറൽ ഇക്വേഷൻ ഞാൻ അവിടെ നിന്ന് എഴുതാം. എന്തായിരുന്നു? S is equal to L by mu A, where mu is equal to mu 0 into mu R. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെങ്ത് വേണം, ഏരിയ വേണം, പിന്നെ mu ഓഫ് ദി മെറ്റീരിയൽ വേണം. ലെറ്റ് ഇറ്റ് ബി ഇത് അയൺ ആണെങ്കിൽ അയണിന്റെ mu R തന്നിരിക്കും പ്രോബ്ലത്തില്. mu 0 നമുക്കറിയാം. സോ mu is equal to mu 0 into mu R, അത് ഇട്ടാൽ മതി. ബാക്കി എല്ലും എയും എന്ത് ചെയ്യും? ഹിയർ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത് ആണ്. ഇവിടെ ABCD ആണ് ഒരു മാഗ്നറ്റിക് പാത്ത്, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി L1. അപ്പോൾ പ്രോബ്ലത്തിൽ ഈ AB-ക്ക് നേരെ ആയിരിക്കും ലെങ്ത് തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ AB-യുടെ ലെങ്ത് അല്ല, ആ എൻറ്റയർ മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ ആ ഫ്ലക്സ് സെയിം ആയിരിക്കുന്നത് ഏതുപോലെ ഏതുവരെയാണെന്ന് നോക്കുക. A മുതൽ ഇതാ D വരെ, അതിന്റെ ലെങ്ത് ആണ് L1. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന L1. ABCD-യുടെ ലെങ്ത് ആണ് L1. ഇനി അതുപോലെ AD-യുടെ ലെങ്ത് ആണ് ഈ കാണിച്ചിരിക്കുന്ന L. AD ഓർ AG, AD അല്ലെങ്കിൽ AG-യുടെ ലെങ്ത് ആണ് എന്ത്? L. ആൻഡ് AEFG-യുടെ ലെങ്ത് ആണ് എന്ത്? L2. ഇനി ആരാണ് ഈ A1ഉം Aയും A2? സിമ്പിൾ ആണ്. നമ്മള് സീരീസ് സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ കോർ വരച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ടൊറോയിഡ് ആയിരുന്നു എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അവിടെ ആ ടൊറോയിഡിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അവിടുത്തെ സർക്കുലർ ഏരിയ ആയിരുന്നു അവിടുത്തെ ഏരിയ. സിമിലർലി ഈ ഒരു കേസ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഏരിയ എന്തായിരിക്കും? ഇതൊരു റെക്ടാംഗുലർ ഷേപ്പ് ഇരിക്കുകയാണ്. ഇവിടത്തെ ഈ ഒരു ഏരിയ ആയിരിക്കും എന്ത്? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു പടം കണ്ടാൽ ത്രൂ ഔട്ട് സെയിം ആയിട്ട് തോന്നാം, പക്ഷെ ഓരോ സർക്യൂട്ടിലും മാറാം. സോ എന്റെ ABCD-യിലെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ പേര് A1, AD ഇരിക്കുന്ന ഇവിടത്തെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ പേര് A, AEFG-യുടെ ക്രോസ് സെക്ഷണലിന്റെ പേര് A2. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? അല്ലേ? ഹലോ, ഓക്കെ. നെക്സ്റ്റ്, ഇതിൽ ആ ഒരു ഇക്വേഷനും കൂടെ എഴുതിയിട്ട് നമുക്ക് പോട്ടോ. ഹിയർ S is equal to, അതായത് നടുക്കത്തെ AD-യുടെ മാഗ്നറ്റിക് പാത്തിന്റെ റിലക്റ്റൻസ് അതെന്തായിരുന്നു?
L divided by mu0 mu r into A. S1ന്റെ എന്തായിരുന്നു L1 എന്ന് വെച്ചാൽ നേരത്തെ എഴുതിയിട്ടുണ്ട് ആ ഫസ്റ്റ് പാത്തിന്റെ 5-1ന്റെ പാത്തിന്റെ ആണ് ലെങ്ത് L1 ഡിവൈഡഡ് ബൈ mu0 mu r. ത്രൂ ഔട്ടുള്ള മെറ്റീരിയൽ സെയിം ആണെങ്കിൽ mu0 mu r. ഇനി സെയിം കോറിൽ തന്നെ വ്യത്യസ്ത പാർട്ടിൽ ഓരോ ലിംബിൽ വേറെ വേറെ മെറ്റീരിയൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് മാറും mu r മാറും. mu0 മാറത്തില്ല, mu r മാറിയിട്ട് mu r ആകാം, ഇത് r1 ആകാം, ഇത് a1. and S2 is equal to L2 divided by mu0 mu r2 a2. ഇനി ത്രൂ ഔട്ട് സെയിം ആണെങ്കിൽ ത്രൂ ഔട്ട് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ mu r is equal to mu r1 is equal to mu r2 ആയേനെ. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇതുവരെ ക്ലിയർ അല്ലേ? ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു പോകാം. A steel magnetic structure made of a bar section. ഇത് ഇതേപോലെ എക്സാമിന് ചോദിക്കുന്നതല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് ക്ലിയർ ആവും. അതിന്റെ ബേസിൽ എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. A steel magnetic structure made of a bar section 2 cm into 2 cm is shown in figure. 2 cm into 2 cm അതെന്താ കാണിച്ചിരിക്കുന്നത്? ബാർ സെക്ഷന്റെ ഏരിയ 2 cm into 2 cm എന്ന് തന്നിട്ടുണ്ട്. ബാർ സെക്ഷന്റെ ഏരിയ അതെന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ എ ത്രൂ ഔട്ട് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 2 cm into 2 cm, that is equal to 4 into 10 raised to minus 4 meter square. 4 centimeter square ആണ്. അപ്പൊ 4 into 10 raised to minus 4 meter square ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് പാത്ത് എടുത്താലും ഏരിയ സെയിം ആണ്. ഇനി determine the current that the 600 turns magnetizing coil on the left limb should carry so that a flux of 3 milliweber is produced in the right limb. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എന്റെ ലെഫ്റ്റ് ലിംബിൽ ഞാൻ ഒരു വൈൻഡിങ് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈൻഡിങ്ങിന്റെ നമ്പർ ഓഫ് ടേൺസ് 600 ആണെങ്കിൽ അതിൽ എത്രത്തോളം കറണ്ട് ഫ്ലോ ചെയ്താൽ എന്റെ റൈറ്റ് മോസ്റ്റ് ലിംബില് 3 milliweber ഫ്ലക്സ് പാസ് ചെയ്യിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ടു ഫൈൻഡ് എന്തായിരുന്നു? കറണ്ട് റിക്വയർഡ് ടു ഫ്ലോ in 600 turns to make 3 milliweber in right limb. അത് ക്ലിയർ ആണ്. ഇനി പ്രീവിയസ് ഫിഗർ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണമെങ്കിൽ ഞാനൊന്ന് നെയിം ചെയ്യാം, അത്രേ ഉള്ളൂ. എ ബി സി ടി ഇ എഫ്. ഇനി എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്റെ ഇവിടെ നിന്നുണ്ടാകുന്ന ഫ്ലക്സിന് എന്താ ഫൈ എന്ന് പേരിട്ടിട്ടുണ്ട്. ഈ ഒരു പാത്തിലുള്ള ഫ്ലക്സ്, ഈ ഫ്ലക്സ് ഏത് പോയിന്റ് മുതൽ ഏത് പോയിന്റ് വരെ ഉണ്ട്? ആരെങ്കിലും ഒന്ന് പറയണം. ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ഫോർ ഫൈ എന്ന് പറയുന്നത് ഏതാണ്? ഏതുപോലെ ഏതുവരെയാണ് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. എങ്ങനെ? ഉദ്ദേശിച്ച് മനസ്സിലായെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. എ ബി ഇ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ബി ടു ഇയില് എന്റെ ഫൈ ഫ്ലോ ചെയ്യുന്നുണ്ടോ? നെയിം ചെയ്ത പറഞ്ഞ രീതി ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഉദ്ദേശിച്ചത് ഈ ഒരു പാത്തിലാണ് എന്റെ ഫൈ എന്നല്ലേ? അപ്പോൾ നെയിം ചെയ്യുമ്പോൾ ഇ എഫ് എ ബി എന്ന് പറയുക. ഇ എഫ് എ ബി ആണ് എന്റെ ഫ്ലക്സ് ഫൈ ഉള്ളത്. എന്റെ ഫ്ലക്സ് ഫൈ ഇവിടെ നിന്നതാ ഉണ്ടായതാ ഇവിടെ വന്ന് എത്തി ഡിയിൽ വന്ന് നോക്കിയപ്പോൾ രണ്ട് പാത്ത് കണ്ടു. രണ്ട് പാത്തിലേക്ക് ഡിവൈഡ് ആയി. ഒന്ന് 5-1 ആയി പോയി, മറ്റൊന്ന് 5-2 ആയി പോയി. അവര് രണ്ടുപേരും ഇയിലെത്തുമ്പോൾ വീണ്ടും ജോയിൻ ചെയ്തു തിരിച്ചിങ്ങോട്ട് വരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഫ്ലക്സ് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഫ്ലക്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ, ഒരു നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് സൗത്തിൽ വന്ന് കയറിയേ മതിയാകൂ.
സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ച് വന്നേ മതിയാകൂ നമ്മുടെ ഫ്ലക്സ്. സോ ഇവിടെ നിന്ന് പോയ ഫ്ലക്സ് ഇങ്ങോട്ടൊന്നും പോകത്തില്ല, തിരിച്ച് എവിടെ വരും, ഇവിടെ വന്ന് കയറും. സോ ഈ EFAB എന്ന് പറയുന്ന ഫ്ലക്സ് എന്താ തന്നെയാണ്, ഫൈ തന്നെയാണ്. അത് ക്ലിയർ ആണ്. ദെൻ മാഗ്നറ്റിക് സർക്യൂട്ട് ഫോർ φ1 അത് എത്രയാണ്, ഏതാണ് നെയിം ചെയ്തേ? BE അത്രേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ φ1 സ്പ്ലിറ്റ് ആയി, BE ഇവിടെ വരെ വരുന്നുള്ളൂ, പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത് ഫൈയുടെ കൂടെ പോവുകയാണ്. നെക്സ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് ഫോർ φ2 അത് എത്രയാണ്, BCDE ഇത്രയാണ് എന്റെ φ2ന്റെ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോ 3 മാഗ്നറ്റിക് പാത്തുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെയാണ്. എന്റെ AFലാണ് എന്റെ വൈൻഡ്, അല്ലെങ്കിൽ FAയിലാണ് എന്റെ ഈ വൈൻഡിങ് ഇരിക്കുന്നത്. അവിടെ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്ത കാരണം അവിടെ നിന്നുണ്ടായ ടോട്ടൽ MMF N×I എന്ന് പറയുന്ന MMF കാരണം മൊത്തം ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി അതിനെ നമ്മൾ പാരലൽ പാത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞു നേരത്തെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പാരലൽ പാത്സ് ആരൊക്കെയാണ്? പാരലൽ പാത്ത് ആരൊക്കെയാണ് പാരലൽ പാത്സ്? BEയും ആൻഡ് BCDEയും. എല്ലാവർക്കും ക്ലിയർ അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ MMF റിക്വയർഡ് ഫോർ BEയിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ആരാണ്? φ1 ഷുഡ് ബി ഈക്വൽ ടു MMF റിക്വയർഡ് ഫോർ φ2. കാര്യം BEയും BCDEയും പാരലൽ പാത്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന MMF രണ്ടുപേരുടെയും കേസിൽ സെയിം ആയിരിക്കണം. MMF ഫോർ φ1 ഷുഡ് ബി ഈക്വൽ ടു MMF ഫോർ φ2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ MMF ഞാൻ ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും കൂടെ പറയാം. ടോട്ടൽ MMF എങ്ങനെ ആയിരിക്കും? ഷുഡ് ബി ഈക്വൽ ടു MMF ഫോർ, ഒന്ന് പറയും, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ടോട്ടൽ MMF ഗുഡ്, അത്രേ ഉള്ളൂ. അതായത് MMF ഫോർ φ, EFAB എന്ന് വെച്ചാൽ MMF ഫോർ φ പ്ലസ് MMF ഫോർ φ1 ഓർ φ2, ഇതിൽ ഏതെങ്കിലും ഒരാളെ ഓക്കെ എടുക്കുക. അങ്ങനെ എഴുതുമ്പോൾ ഡൗട്ട് വരുന്നവർക്ക് വേണ്ടിട്ട് മാത്രം. or it is equal to MMF for φ plus MMF for φ2. ഇതെല്ലാവർക്കും ക്ലിയർ ആണ്. ഇനി എന്തിനാ ഈ MMFലോട്ട് പോയത്? MMFൽ പോകാൻ കാരണം ഇത്രയേ ഉള്ളൂ. എന്റെ ഈ തേർഡ് ലിംബിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സ് ഇവിടെ തന്നിട്ടുണ്ട്. തേർഡ് ലിംബിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സ് എന്റെ ഉണ്ട്, ലെങ്ത് ഉണ്ട്, ഏരിയ ഉണ്ട്. ഈ ലെങ്തും ഏരിയയും മ്യൂവും തന്നിട്ടുണ്ടെങ്കിൽ, ഇതാ ഇവിടെ μr തന്നിട്ടുണ്ട്, μ0 നമുക്കറിയാം. ലെങ്തും ഏരിയയും മ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? റിലക്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതിൽ ഓരോ പാത്തിന്റെയും റിലക്റ്റൻസ് നമുക്കറിയാം. അപ്പൊ റിലക്റ്റൻസ് ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്. ഇവരെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു, ഞാൻ ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ്, അതുകൊണ്ട് ഞാൻ പേരിടുന്നില്ല. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ബൈ EMF ബൈ റെസിസ്റ്റൻസ് പോലെ MMF ബൈ റിലക്റ്റൻസ്. ഇത് നമുക്കറിയാം. ഇവിടെ നിന്ന് വേണം നമ്മളെല്ലാം തുടങ്ങാൻ. സോ ടോട്ടൽ MMF നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അതെങ്ങനെയൊന്നും പറഞ്ഞുതരാം. ഹിയർ അപ്പോ MMF ക്യാൻ ബി റിട്ടൺ ആസ് MMF ഈസ് ഈക്വൽ ടു S ഇൻറ്റു ഫ്ലക്സ്. ഇതാണ് നമ്മുടെ ബേസിക്സ്. ഈ ടോട്ടൽ MMF പക്ഷെ എന്തെന്ന് എനിക്കറിയാം, N×I എന്നറിയാം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ MMF ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് എൻ്റെ ഉണ്ടെങ്കിൽ കറണ്ട് കണ്ടുപിടിച്ചൂടെ? അത് ക്ലിയർ ആണോ? ഈ S ഇൻറ്റു ഫ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്ത് ഞാൻ ടോട്ടൽ MMF കണ്ടുപിടിക്കുന്നു. പക്ഷെ ടോട്ടൽ MMF എന്ന് വെച്ചാൽ എന്തെന്ന് എനിക്കറിയാം, N×I ആണെന്ന് അറിയാം. So MMF is equal to N×I, where N is equal to 600. Then we can calculate I.
ഈ ഐ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദി കറണ്ട് ഐ റിക്വയർഡ് ടു ഫ്ലോ ഇൻ 600 ടേൺസ് ടു മേക്ക് 3 മില്ലി വെബർ ഇൻ ദി റൈറ്റ് ലിംബ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇറങ്ങാം. നമ്മളതിൽ ആകെ ഉള്ള ഒരു തുറുപ്പ് ചീട്ട് ഈ MMF റിക്വയർഡ് ഫോർ 5 MMF റിക്വയർഡ് ഫോർ 5 ആണ്. അത് ഞാനങ്ങ് എഴുതുക. എങ്ങനെ? MMF ഈസ് ഈക്വൽ ടു S ഇൻറ്റു ഫ്ലക്സ്, ജനറൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം MMF ഫോർ 5 MMF for 5 is equal to MMF for 5 implies MMF for 5 എനിക്ക് എങ്ങനെ എഴുതാം? S1 into 5 that is equal to S2 into 5 ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേർ S1 എനിക്ക് എങ്ങനെ എഴുതാം? S1ന്റെ റിലക്റ്റൻസ്, അതായത് S1 BEയുടെ റിലക്റ്റൻസ് ആണ്. അപ്പോൾ BEയുടെ റിലക്റ്റൻസ് L1 by mu, നമുക്ക് A1 എന്ന് തന്നെ ഇവിടെ ഇടാൻ വേണമെങ്കിൽ, പക്ഷെ ത്രൂ ഔട്ട് അവർ തന്നിട്ടുണ്ട്. എന്ത്? A ത്രൂ ഔട്ട് സെയിം ആണ്, 4 × 10⁻⁴ മീറ്റർ സ്ക്വയർ എന്ന് നേരത്തെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി A1 എന്ന് ഇടണ്ട, A എന്ന് തന്നെ കിടക്കട്ടെ, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഇനി ഇൻറ്റു 5 നമുക്കറിയാമോ? ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടൊന്ന് പറയും, 5 തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലേ? 5 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 5 അതുപോലെ ഇടുകയാണ്. L1 5 divided by mu A that is equal to L2 into ഇവിടെ 5 divided by mu into A2-ന് പകരം A തന്നെ ഇട്ടു. ഇവിടെ എയും മ്യൂവും എയും ക്യാൻസൽ ആയി പോകുന്നു. ബാക്കി എന്ത് വരുന്നു? L1 into 5 is equal to L2 into 5 ഇവിടെ ആരൊക്കെ ഉണ്ട്? L1 തന്നിട്ടുണ്ട്, L2 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. 5 കണ്ടുപിടിച്ചൂടെ? Therefore 5 is equal to L2. ഇനി വീണ്ടും ഇക്വേഷൻ എഴുതുന്നില്ല, L2ന്റെ വാല്യൂ എഴുതാൻ പോവുകയാണ്. L2ന്റെ വാല്യൂ എന്താണ്? പടത്തിൽ നോക്കിയിട്ട് പറയും. L2 BCDയുടെ മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് എത്രയാണ്? പറഞ്ഞോളൂ. L2 എന്ന് പറയുന്നത് എത്രയാണ് ക്വസ്റ്റ്യനില്? അതാണ് ഞാൻ ബേസിക് മറ്റേ സർക്യൂട്ടിൽ എടുത്തു പറഞ്ഞത്. എത്രയായിരിക്കും? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ മറ്റേ സർക്യൂട്ടിൽ എടുത്തു പറഞ്ഞത്. ഫിഗറിൽ ദാ ഇവിടെ BC എന്നിങ്ങനെ കാണിച്ചിട്ട് അവിടെ ആയിരിക്കും ചിലപ്പോൾ 30 സെന്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം BCയുടെ ലെങ്ത് എന്നല്ല, എൻറ്റയർ ദാറ്റ് മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് ആണ്. ഈ 5 എന്ന് പറയുന്ന ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്ന അവിടെ 30 സെന്റിമീറ്റർ എന്ന് ഇട്ടാൽ 5ന്റെ മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് ആണ് 30 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ BCDEയുടെ ലെങ്ത് ആണ്. അതുപോലെ BEയുടെ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഇവിടെ 30 സെന്റിമീറ്റർ എന്ന് കിടന്നാൽ അതിന്റെ അർത്ഥം BAFE, അതായത് ഫ്ലക്സ് 5യുടെ മാഗ്നറ്റിക് പാത്തിന്റെ ലെങ്ത് ആണ് 30 സെന്റിമീറ്റർ. ക്ലിയർ ആയോ? അത് തെറ്റിപ്പോയിരുന്നു. പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ. അപ്പൊ L2ന്റെ കേസ് 30 സെന്റിമീറ്റർ, എവിടെ 5 is equal to L2 5 by L1, where L2 is equal to 30 സെന്റിമീറ്റർ, അതായത് 30 × 10⁻² മീറ്റർ ഇൻറ്റു 5 തന്നിട്ടുണ്ട് 3 മില്ലി വെബർ. അപ്പൊ 3 × 10⁻³ ഡിവൈഡഡ് ബൈ L1 എന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഈ ലെങ്ത് 20 സെന്റിമീറ്റർ, BEയുടെ ലെങ്ത്. അതപ്പോ എന്താണ്? 20 × 10⁻². അപ്പോൾ ഇവിടെ വെച്ച് തന്നെ PSCക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിന്റെ പിറകെ പോകേണ്ട കാര്യമില്ല. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വരുന്നു? 0 0 ക്യാൻസൽ ആയി. 9/2 എന്ന് പറയുന്നത് 4.5 ആണ്. 4.5 × 10⁻³ യൂണിറ്റ് എന്താണ്? ഫ്ലക്സിന്റെ എത്രയാണ്? വെബർ. That is equal to 4.5
10⁻³ ആകുമ്പോൾ മില്ലി, അപ്പൊ മില്ലി വെബർ. ഇത് ക്ലിയർ ആണ് എല്ലാവർക്കും? ഞാൻ ഇതിപ്പോ എന്തിനാ കണ്ടുപിടിച്ചത്? ഇപ്പൊ എനിക്ക് φ1 കിട്ടി, φ2 കിട്ടി. ടോട്ടൽ ഫ്ലക്സ് അവിടെ ഉണ്ടായ ഫ്ലക്സ് φ എന്ന് പറയുന്നത് എത്രയാണ്? φ1 + φ2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 + 3 = 7.5 മില്ലി വെബർ ആണ് ടോട്ടൽ ഫ്ലക്സ് ഇൻ ദി സർക്യൂട്ട്. എന്റെ ടോട്ടൽ ഫ്ലക്സ് φ തന്നെയല്ലേ ഇവിടെ വന്ന് ഡിവൈഡ് ആയി φ1 ഉം φ2 ആയിട്ട് പോയത്. ടോട്ടൽ കറണ്ട് I ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻടു I1 ആൻഡ് I2 അതുപോലെ. അത് ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലിയർ അല്ലേ? അത് ടോട്ടൽ ഫ്ലക്സ് നമുക്ക് കിട്ടി 7.5 മില്ലി വെബർ എന്ന് കിട്ടി. ഇത് എന്തിനാ കണ്ടുപിടിച്ചേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനാ കണ്ടുപിടിച്ചേ? MMF, ടോട്ടൽ MMF ഈസ് ഈക്വൽ ടു എന്റെ ഈ ഫ്ലക്സ്, ടോട്ടൽ MMF ഉണ്ടാക്കുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സ് ഇൻറ്റു ടോട്ടൽ റിലക്റ്റൻസ്. ഇതല്ലേ നമ്മളെ അവിടുത്തെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതവിടെ കിടക്കട്ടെ. ഇതിപ്പോ ടോട്ടൽ ഫ്ലക്സ് φ കിട്ടി. ഇനി എന്ത്? സോറി, അല്ല, MMFന്റെ കാര്യമാണ് പറഞ്ഞത്. MMFന്റെ കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്റെ ഈ φ എന്നല്ലേ ഇവിടെ വന്ന് ഡിവൈഡ് ആയി പോകുന്നത്. അത് തിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് 2-3 വട്ടം പറഞ്ഞത്. ഈ MMF ഉണ്ടാക്കുന്ന എന്റെ ഈ വൈൻഡിങ്ങിലൂടെ കറണ്ട് I ഫ്ലോ ചെയ്യുമ്പോഴാണ്. ആ MMF കാരണമാണ് എന്റെ ടോട്ടൽ ഫ്ലക്സ് φ ഇവിടെ ഉണ്ടായത്. ഈ ടോട്ടൽ ഫ്ലക്സ് φ എന്ന് പറയുന്നതാണ് φ1 φ2 ആയിട്ട് ഡിവൈഡ് ആയത്. ഇനി MMFന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ MMF ഉണ്ടായത് ഫൈക്ക് മാത്രമല്ല, ടോട്ടൽ എല്ലായിടത്തും കൂടെ MMF ഡിവൈഡ് ആയി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് പാത്തിന് MMF വേണം, ഈ ഒരു മാഗ്നറ്റിക് പാത്തിന് MMF വേണം, ഈ ഒരു മാഗ്നറ്റിക് പാത്തിന് MMF വേണം. അപ്പൊ മൂന്നിന്റെയും കൂടെ സമ്മാണ് എന്റെ NI ഉണ്ടാക്കുന്ന MMF. അത് ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. ഇനി ഇത്രയായി. ഇനി നെക്സ്റ്റ് നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ടോട്ടൽ MMF ഈസ് ഈക്വൽ ടു MMF റിക്വയർഡ് ഫോർ φ പ്ലസ് MMF റിക്വയർഡ് ഫോർ, എല്ലാവരെയും കൂടെ എടുക്കണ്ട, φ1 φ2 എടുക്കാം. ഞാൻ φ1 എടുത്തു എന്ന് വെക്കട്ടെ. φ1 എടുത്തു. അപ്പൊ ഈ ടോട്ടൽ MMF വേണം. MMF ഫോർ φ1 നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടും? ഇവിടെ നിന്ന് S1 φ1 = S2 φ2 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ? ഇതിൽ നിന്ന് നമ്മൾ എവിടെ L1 φ1 ഡിവൈഡഡ് ബൈ മ്യൂ A ആണ് എന്റെ S1. അതിൽ L1 ഉണ്ട്, മ്യൂ ഉണ്ട്, A ഉണ്ട്. ഇല്ലായിരുന്നത് φ1 ആയിരുന്നു. φ1 നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ S1 φ1 കിട്ടും. അതായത് MMF റിക്വയർഡ് ഫോർ φ1 കിട്ടും. ഓക്കെ, അത് നമുക്ക് ആദ്യം എഴുതാം. എന്നിട്ട് MMF ഫോർ φയിലേക്ക് കിടക്കാം. MMF ഫോർ φ1 അത് L1 ഡിവൈഡഡ് ബൈ μ0 μr ഇൻറ്റു A ആണ്. ഇതിനെ മാറ്റി ഇങ്ങോട്ട് എഴുതാണെങ്കിൽ MMF ഫോർ φ1 ഈസ് ഈക്വൽ ടു L1ന്റെ വാല്യൂ എത്രയായിരുന്നു? L1 20 സെന്റിമീറ്റർ ആയിരുന്നു. 20 × 10⁻² ഡിവൈഡഡ് ബൈ 4π × 10⁻⁻7 ഇൻറ്റു μr ന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 800 ആണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇൻറ്റു ഏരിയ, μ0 × μr ഇൻറ്റു ഏരിയ. A എത്രയായിരുന്നു? തന്നിട്ടുണ്ട് 2 × 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ ഇൻറ്റു 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് 4 സെന്റിമീറ്റർ സ്ക്വയർ, അതായത് 4 × 10⁻⁴ മീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. എല്ലാം ഇപ്പൊ SI യൂണിറ്റിലാണ്. ഇത് ഡിവൈഡ് ചെയ്ത് വരുമ്പോ MMF റിക്വയർഡ് ഫോർ φ1 എത്രയെന്ന് കിട്ടും? 2238.1. നിങ്ങൾ ചെയ്ത് നോക്കുക. 2238.1 യൂണിറ്റ് എന്താണ്? MMFന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ടേൺസ്. ജനറലി ആംപിയർ ടേൺസ് നമ്മൾ വിളിക്കുന്നു. SI യൂണിറ്റ് ചോദിച്ചാൽ ആംപിയർ ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക.
ഇനി MMF റിക്വയർഡ് ഫോർ പറഞ്ഞോളൂ. സോറി ഞാൻ എടുത്ത ഇക്വേഷൻ മാർക്ക് പോയതാ, സോറി. MMF റിക്വയർഡ് ഫോർ φ1 ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയത് ഞാൻ എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്, എസിന്റെ ഇക്വേഷൻ ആയിപ്പോയി. MMF റിക്വയർഡ് ഫോർ φ1 എന്ന് പറയുന്നത് L1 ഇൻറ്റു φ1 ഡിവൈഡഡ് ബൈ, ഞാൻ അത് തന്നെയല്ലായിരുന്നു എഴുതിയിരുന്നത്. എസ് മാത്രം എഴുതിയിട്ടുള്ളായിരുന്നു അല്ലേ, സോറി. അതെ. S1 ഇൻറ്റു φ1 കൂടെ വേണമായിരുന്നു. അപ്പോ MMF ഈസ് ഈക്വൽ ടു ഇത്രയും ആയപ്പോൾ എസ് മാത്രമേ ആയിട്ടുള്ളേ, ഇവിടെ എസ് മാത്രമേ ആയിട്ടുള്ളൂ, ഇൻറ്റു φ1 കൂടെ വേണം. അപ്പോൾ ഇൻറ്റു φ1 φ1ന്റെ വാല്യൂ എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 4.5 മില്ലി വെബർ. അപ്പോ 4.5 × 10⁻³ വെബർ. അത് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടി? 2238.1 ആംപിയർ ടേൺസ് എന്ന് കിട്ടി. ഇനി MMF റിക്വയർഡ് ഫോർ φ എന്തെന്ന് നോക്കി. സെയിം ഇക്വേഷൻ തന്നെയാണ്, കൺസെപ്റ്റ് സെയിം തന്നെയാണ്. എന്താണ് MMF റിക്വയർഡ് ഫോർ φ എന്ന് പറയുന്നത്? അവിടുത്തെ ലെങ്ത് അത് L ആയിരുന്നു, ഡിവൈഡഡ് ബൈ S ഇൻറ്റു φ ആണ് ഇക്വേഷൻ. അപ്പോൾ L ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു μr ഇൻറ്റു A ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എസിന്റെ വാല്യൂ കിട്ടും, ഇൻറ്റു φ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ഫ്ലക്സ് φ. അത് 7.5 ഇൻറ്റു 10⁻³ ആണ്. ഓക്കെ, ഇനി ഇവിടെ ചെയ്തു നോക്കുക. എല്ലിന്റെ ലെങ്ത് 30 സെന്റിമീറ്റർ ആണ്. 30 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 10⁻7. ഓക്കെ, 4π ഇൻറ്റു 10⁻7 ഇൻറ്റു 800 ഇൻറ്റു ഏരിയ 4 ഇൻറ്റു 10⁻4 ഇൻറ്റു φ എന്ന് പറയുന്നത് 7.5 ഇൻറ്റു 10⁻³ ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 5595.3 ആംപിയർ ടേൺസ് എന്ന് കിട്ടും. ചെയ്തു നോക്കുക, ഉറപ്പ് വരുത്തുക എന്നിട്ട്. ഓക്കെ, 5595.3 എന്ന് കിട്ടി. അതാണ് ആംപിയർ ടേൺസ് റിക്വയർഡ് ഫോർ φ എന്ന് നമുക്ക് കിട്ടി. ഇവരെ രണ്ടുപേരെയും കൂടെ സം അല്ലേ നമ്മുടെ MMF റിക്വയർഡ്, ടോട്ടൽ MMF എന്ന് പറയുന്നത്. Therefore MMF total is equal to MMF for φ നമ്മൾ കണ്ടുപിടിച്ചു. 5595.3 plus 2238.1 that is equal to 78. ഹലോ, ഓക്കെ, അല്ല സ്ക്രീൻ ജസ്റ്റ് ഒന്ന് മാറിയായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. സോ ടോട്ടൽ MMF ഫിസിക്കൽ അവരുടെ സമ്മ ചെയ്യുമ്പോൾ 7833.5 ആംപിയർ ടേൺസ് എന്ന് കിട്ടി. ശരിയായപ്പോ MMF ആയി. ഇനി എന്ത് സ്റ്റെപ്പാണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങോട്ട് പറയുക. ടോട്ടൽ MMF ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈക്വൽ ടു N ഇൻറ്റു I. ഗുഡ്. ഇതിൽ N എന്ന് പറയുന്നത് 600 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? 600 ടേൺസ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ I എത്ര? N ഇൻറ്റു I ആണ് എന്റെ ടോട്ടൽ MMF. ആ ടോട്ടൽ MMF ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദി കറണ്ട് I is equal to 7833.5 ആംപിയർ ടേൺസ് ഡിവൈഡഡ് ബൈ 600 ചെയ്യുമ്പോൾ അറൗണ്ട് 13.06 ആംപിയർ കിട്ടും.
ഇത്രയും കറണ്ട് ലെഫ്റ്റ് ലിംബിലെ വൈൻഡിങ്ങിലൂടെ, ആ വൈൻഡിങ്ങിൽ 600 ടേൺസ് ഉണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ലിംബിലെ വൈൻഡിങ്ങിലൂടെ 13.06 ആംപിയർ കടത്തിവിട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ എന്റെ റൈറ്റ് മോസ്റ്റ് ലിംബിലൂടെ 3 മില്ലി വെബർ കടത്തിവിടാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്ക് പരിചയമുള്ള ടേം തന്നെയാണ്, കൺസെപ്റ്റ് തന്നെയാണ്, അതറിയാം. എങ്കിലും ബേസ് മുതലേ പോവുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പറഞ്ഞത് ഫാരഡേ ആയിരുന്നു. ഫാരഡേ പറഞ്ഞപ്പോൾ അതിനൊരു പേരും കിട്ടി, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് അതിന് പേര് കിട്ടി. സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇൻ സിമ്പിൾ വേർഡ്സ്, ഫാരഡേ പറഞ്ഞത്, എന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ ഒരു കണ്ടക്ടറിനെ കൊണ്ട് വെക്കുന്നു. എന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ എന്റെ ഒരു കണ്ടക്ടറിനെ കൊണ്ട് വെക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എങ്ങനെ ആയിക്കോട്ടെ, whenever there is a change in the magnetic flux linking with the conductor, an EMF will be induced in the conductor. Whenever there is a change in the magnetic flux linking with the conductor, then an EMF will be induced in the conductor. എന്താണ് പറഞ്ഞത്? എന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ വെറുതെ കൊണ്ടുവച്ച ഒരു കണ്ടക്ടർ, ഏത് കാരണത്താലായിക്കോട്ടെ, അതിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച കണ്ടക്ടർ, ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് കണ്ടക്ടർ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും അതിലൂടെ പോവും ഇല്ല, എന്റെ കണ്ടക്ടറിലൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ, അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജിൽ ഏതെങ്കിലും വിധേനെ മാറ്റം വന്നു കഴിഞ്ഞാലാണ് ആ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഫാരഡേ പറഞ്ഞത്. ഇൻ സിമ്പിൾ വേർഡ്സ്, whenever there is a change in magnetic flux linking with the conductor, magnetic flux linking with the conductor, and EMF will be induced in the conductor, and EMF will be induced in the conductor. ഒരു കണ്ടക്ടറിൽ EMF എങ്ങനെ ഉണ്ടാകും എന്നാണ് ഫാരഡേ ഈ ലോയിൽ പറഞ്ഞത്. ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും വിളിക്കാം. അതിനെ കുറിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാല്, എങ്ങനെയാണ് കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്തത്, കോസിനെ കുറിച്ചാണ് ഫാരഡേ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഫ്ലക്സും ഫ്ലക്സ് ലിങ്കേജും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ തന്നെ പറയും, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, എങ്കിലും എന്താണ് ഫ്ലക്സും ഫ്ലക്സ് ലിങ്കേജും തമ്മിൽ, മാഗ്നറ്റിക് ഫ്ലക്സും മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജും തമ്മിലുള്ള വ്യത്യാസം? Okay, then what is magnetic flux? ഓക്കെ, എല്ലാരും പറഞ്ഞ ഏകദേശം ശരിയാണ്. എങ്കിലും ജസ്റ്റ് എൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്സിന്റെ വാല്യൂ എത്ര എന്ന് ഞാൻ ചോദിച്ചാൽ 5 ആണ്. ഈ 5 ഫ്ലക്സ് ഉള്ളിടത്ത് ഞാൻ എൻ്റെ ഒരു കോയിൽ കൊണ്ടുവച്ചു, ആ കോയിലിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ആ n നമ്പർ ഓഫ് ടേൺസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ 5 ആണ് ഇവിടുത്തെ ഫ്ലക്സ് എങ്കിൽ ഈ മാഗ്നറ്റിക് കോയിലൂടെ കടന്നുപോയ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കോയിൽ എന്ന് പറയുന്നത് എന്താണ്? n × 5 ആണ്.
മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ബേസിക്സ് ആണ്. ഫാരഡേസ് ലോയുടെ ഭാഗമല്ല, ബേസിക് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ഓക്കെ പറഞ്ഞിരുന്നത് കണ്ടിന്യൂ ചെയ്യാണ്. ഫാരഡേസ് ലോ ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷന്റെ ഭാഗം അല്ലെങ്കിൽ അതിന്റെ ബേസിക്സ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് അത് ഡിനോട്ട് ചെയ്യുന്നത് സൈ ആണ്. സൈ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ഫൈ. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ആണ് ഫൈ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കോയിൽ അല്ലെങ്കിൽ പാസിംഗ് ത്രൂ ദി കോയിലിനെ പറയുന്നവരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജില് എന്തെങ്കിലും മാറ്റം വന്നാൽ ബൈ എനി മീൻസ്, ഏത് വിധേന ആയിക്കോട്ടെ, അതിനെ കുറിച്ച് ഇനി ഡിസ്കസ് ചെയ്യും. അങ്ങനെ മാറ്റം വന്നാൽ ആ ഒരു കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു കോയില് പ്ലേസ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡിൽ EMF ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഫാരഡേസ് ലോ, ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത്. കോസിനെ കുറിച്ച് എങ്ങനെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഫാരഡേസ് ലോയെ ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇറ്റ് ഗീവ്സ് ദി മാഗ്നിറ്റ്യൂഡ്. ഈ ഇൻഡ്യൂസ് ചെയ്ത EMFന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്നാണ് ഫാരഡേസ് സെക്കൻഡ് ലോ പറഞ്ഞത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്, ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വരുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വന്നു, ഡി സൈ ആണ് ഫ്ലക്സ് ലിങ്കേജിൽ വന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു ടൈം. അതല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡി സൈ ബൈ ഡി ടി ആണ് എന്റെ എന്ത്? EMFന്റെ എന്ത്? മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ ആയോ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞത്, സെക്കൻഡ് ലോ പറഞ്ഞത് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചും, ഫസ്റ്റ് ലോ പറഞ്ഞത് കോസിനെ കുറിച്ചാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോ E ഈസ് ഈക്വൽ ടു ഡി സൈ ബൈ ഡി ടി. നിങ്ങളൊരു ബേസിക് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി പറയാണ്, ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും. നോർമലി ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ വഴി കിട്ടുന്ന E ഈസ് ഈക്വൽ ടു ഡി സൈ ബൈ ഡി ടി, E ഈസ് ഈക്വൽ ടു ഡി സൈ ബൈ ഡി ടി എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് അത് എന്ത് വാല്യൂ ആണ്? ആവറേജ് ആണോ, RMS ആണോ, പീക്ക് വാല്യൂ ആണോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അല്ല, ആവറേജ് വാല്യൂ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. E ഈക്വൽ ടു ഡി സൈ ബൈ ഡി ടി എന്ന് പറഞ്ഞ ഫാരഡേ പഠിപ്പിച്ചു തന്നത് ആവറേജ് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. DC മെഷീൻസ് മറ്റ് മെഷീൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും ഈ ആവറേജ് വാല്യൂ. DC മെഷീൻസിലല്ല, RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞ പഠിക്കുമ്പോൾ ഒരാളെ കൊണ്ടുവരുമായിരുന്നു നമ്മള്. ഫോം ഫാക്ടർ ഓഫ് സൈൻ വേവ് ഈസ് ഈക്വൽ ടു RMS ബൈ ആവറേജ് എന്നെടുത്തിട്ട് RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ വേണ്ടി ഫോം ഫാക്ടർ ഓഫ് സൈൻ വേവ് 1.11 ആണ്. ഇൻറ്റു ആവറേജ് വാല്യൂ ചെയ്യുമ്പോൾ RMS വാല്യൂ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. ഇൻറ്റു ആവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഈ ആവറേജ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? E ഈസ് ഈക്വൽ ടു NdΦ/dt എന്ന് പറഞ്ഞ് ചെയ്തു പോയ ഇക്വേഷൻ ആണ് നമ്മുടെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെ കിട്ടിയതാ? ഫാരഡേസ് ലോയിൽ നിന്ന് കിട്ടിയതാണ്. സോ ഫാരഡേസ് ലോ തരുന്നത് ആവറേജ് വാല്യൂ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫാരഡേസ് സെക്കൻഡ് ലോ തരുന്നത് എന്ത് വാല്യൂ ആണ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ഈ സൈ എനിക്ക് എന്തെന്ന് എഴുതാം? നേരത്തെ പറഞ്ഞു, സൈ ഈക്വൽ ടു N ഫൈ എന്ന് എഴുതാം. സോ മോഡുലസ് ഓഫ് E അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് E ഈസ് ഈക്വൽ ടു dN ഫൈ ബൈ dt, where N is a constant. So E is equal to N d phi by
dt. ക്ലിയർ ആണേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഏതെങ്കിലും വിധേന ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി കണ്ടക്ടർ ചേഞ്ച് ചെയ്താൽ ഇ എം എഫ് കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇനി ഏതൊക്കെ വിധേന ആ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ വിധേന ഫ്ലക്സ് ലിങ്കേജിനെ മാറ്റാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. അതിനു മുന്നേ ഇ എം എഫ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു, എത്രത്തോളം ഇ എം എഫ് ഉണ്ടായെന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഉണ്ടായ ഇ എം എഫിന്റെ ഡിറക്ഷൻ നമുക്ക് അറിയണ്ടേ? അത് ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, ഇനി ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫിന്റെ ഡിറക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് ലെൻസസ് ആണ്. ഫാരഡെ അവിടെ കാരണവും കണ്ടെത്തി എത്രത്തോളം എന്നും കണ്ടുപിടിച്ച് വെച്ചപ്പോ ലെൻസസ് വന്ന് ഡിറക്ഷൻ തരാൻ തീരുമാനിച്ചു. ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് is given by Lenz's law. ഇനി Lenz's law എന്താ പറയുന്നത്? Lenz's law states that the induced EMF will have a direction in such a way that it opposes the cause. ആരാണോ ആ ഇ എം എഫ് ഉണ്ടാവാൻ കാരണക്കാരനായത്, ആ കോസ്, കാരണക്കാരൻ കോസ്, CAUSE കോസ്, ആ കോസിനെ ഒപ്പോസ് ചെയ്യും നമ്മുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഡിറക്ഷൻ വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ഇറ്റ്സ് കോസ്. ക്ലിയർ ആണ്? എന്റെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണക്കാരൻ അത് എങ്ങനെയൊക്കെ മാറാമെന്നുള്ളത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇൻഡ്യൂസ് ഇ എം എഫ് ഉണ്ടാകാൻ കാരണം ആരാണ്? കോസ്. ഫ്ലക്സ് ലിങ്കേജിൽ ഉണ്ടായ ചേഞ്ച് ആണ്. അത് ഏതൊക്കെ വിധേനം ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും. ആ ചേഞ്ചസ് ആണ് തീരുമാനിക്കുന്നത് ആരെ? ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫിന്റെ ഡിറക്ഷന്. ക്ലിയർ ആണോ? ഓക്കെ, ബേസിക് ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും ജസ്റ്റ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നേ ഉള്ളൂ. ഇനി ഈ ഒപ്പോസ് ദി കോസ് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇക്ക് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുത്താണ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ -d∅/dt. മൈനസിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഷോസ് ലെൻസസ് ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഹൗ ടു ചേഞ്ച് the flux linking with the conductor. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലോട്ട് വരികയാണ്. ഇന്ത്യയിൽ ഒരു ഫ്ലക്സ് ഉണ്ട്, ആ ഫ്ലക്സിന് കുറെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ആ ഫീൽഡ് ലൈൻസിൽ ഞാൻ എൻ്റെ ഒരു കണ്ടക്ടറിനെയോ കോയിലിനെയോ ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് വെച്ചു. ഇറ്റ്സ് എ കണ്ടക്ടർ. ഓക്കെ, ആ ഒരു കണ്ടക്ടർ കൊണ്ട് വെച്ചിട്ട് ഇനി ഞാൻ ലോയിലോട്ട് നിന്ന് നോക്കിയപ്പോൾ എന്റെ കണ്ടക്ടറിലൂടെ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്ര ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അതിന്റെ ഞാൻ വിളിച്ച പേര് സൈ. ഈ സൈക്ക് എന്തെങ്കിലും മാറ്റം വന്നാൽ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദിസ് കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദിസ് കണ്ടക്ടർ, അതിനെന്തെങ്കിലും മാറ്റം വന്നാൽ ഈ കണ്ടക്ടറിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ആലോചിച്ചു, ഈ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് പോയാൽ അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറത്തില്ലേ? എന്റെ ഈ ഒരു പൊസിഷൻ 1, ഇതിൽ നിന്ന് ഞാൻ മറ്റൊരു പൊസിഷൻ 2ലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് കണ്ടക്ടർ മാറത്തില്ലേ? അത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്റെ കണ്ടക്ടറിന്റെ പൊസിഷൻ മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് ദി പൊസിഷൻ
of conductor is changed. നമ്മൾ കൺവെൻഷനലി പഠിച്ചു വരുന്ന രീതിയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഈ പൊസിഷൻ ഓഫ് ദി കണ്ടക്ടർ മാറിയാൽ അത് എങ്ങനെയൊക്കെ മാറാം? അങ്ങനെ ആലോചിച്ചപ്പോൾ ഒന്നുകിൽ ഞാൻ എന്റെ കണ്ടക്ടറിനെ മൂവ് ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കണേ, സ്ഥിരം കൊച്ചിലേ കേൾക്കുന്ന കണക്ക് ആയതുകൊണ്ട് അലസമായിട്ട് കളയരുത്. ഒന്നുകിൽ എന്റെ കണ്ടക്ടറെ ഞാൻ മൂവ് ചെയ്യുന്നു, ഈ 1-ൽ നിന്ന് 2-ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ മാറുന്നു. സിമിലർലി എന്റെ കണ്ടക്ടർ 1-നെ കണ്ടക്ടറിനെ ഞാൻ പൊസിഷൻ 1-ൽ തന്നെ വെക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇതാ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പൊസിഷൻ 2 വന്ന് കണ്ടക്ടറിൽ ഇരിക്കും. അതായത് പൊസിഷൻ 2-ൽ ഇരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇപ്പൊ കണ്ടക്ടറിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സ് മാറുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദി കണ്ടക്ടർ ചേഞ്ച് ചെയ്യുന്നു. Thus an EMF will be induced in the conductor. അപ്പൊ എന്തെന്ന് മനസ്സിലായി? either conductor has to move or magnetic field has to move. ഇത് ഏതെങ്കിലും ഒരാൾ മൂവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവര് രണ്ടുപേരും മൂവ് ചെയ്യുകയാണ്, അങ്ങനെയാണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർ രണ്ടുപേരും മൂവ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വരുമോ? EMF ഇൻഡ്യൂസ് ചെയ്യോ? എന്താണ് അഭിപ്രായം? അതെ, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാല് കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. തീരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. രണ്ടുപേരും 2 ട്രെയിനിലിരിക്കുകയാണ്. എന്റെ ട്രെയിൻ എയില് എന്റെ കണ്ടക്ടർ ഇരിക്കുകയാണ്. ഞാനാണ് ട്രെയിൻ എയിൽ ഇരിക്കുന്നത്, ഞാനാണ് കണ്ടക്ടർ. ട്രെയിൻ ബിയിൽ നിങ്ങളിൽ ഒരാളുണ്ട്, നിങ്ങളാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഞാൻ നിങ്ങളെ നോക്കി ട്രെയിൻ എയിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ് നിങ്ങളെ. അപ്പൊ രണ്ടുപേരും സ്റ്റേഷനറി ആണ്. നിങ്ങൾ മൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നില്ല, നമ്മൾ ഒരുപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ there is no change. നിങ്ങളിൽ എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ഫ്ലക്സ് മാറുന്നില്ല, അഥവാ നിങ്ങൾ മാറുന്നില്ല. കണ്ടക്ടറിന് ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ്, ഫ്ലക്സ് മാറുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുകയാണ്. ട്രെയിൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ്, നിങ്ങൾ ഇരിക്കുന്ന ട്രെയിൻ. അതായത് ഫ്ലക്സ് മൂവ് ചെയ്യുകയാണ്. ഞാൻ കണ്ടക്ടർ ആകുന്ന ഞാൻ ഈ ട്രെയിനിലിരുന്ന് നോക്കുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുന്നു, നിങ്ങളിൽ ചേഞ്ച് വരുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു. ദസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് മീ, ലിങ്കിങ് വിത്ത് കണ്ടക്ടർ മാറുന്നു. സോ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. ഇനി അടുത്തൊരു കേസ് പറയാ. 2 ട്രെയിനും കൂടെ ഒരുപോലെ മൂവ് ചെയ്യുകയാണ്, സെയിം ഡയറക്ഷനിൽ അറ്റ് സെയിം വെലോസിറ്റി മൂവ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ ഇരുന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, അതേ പൊസിഷനിൽ തന്നെ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ കൺസേൺ അല്ല. 2 ട്രെയിനും ഒരുപോലെ മൂവ് ചെയ്യാണ്. അപ്പോൾ കണ്ടക്ടർ ഇരിക്കുന്ന ട്രെയിൻ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് ഇരിക്കുന്ന ട്രെയിൻ മൂവ് ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും ഒരുപോലെ മൂവ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഒരു മാറ്റവും നിങ്ങൾക്ക് വരുന്നില്ല. കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിനെ നോക്കുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ല. EMF ഇൻഡ്യൂസ് ചെയ്യോ? ഇല്ല. സോ ഒരേ വെലോസിറ്റിയിൽ ഒരേ ഡിറക്ഷനിലോട്ട് നമ്മളെ കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്താൽ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വരില്ല. അതിന്റെ അർത്ഥം എന്താ? അവർക്കിടയിൽ ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടായിരിക്കണം EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന്. സോ അവർ മൂവ് ചെയ്താലും EMF ഉണ്ടാക്കാം. എങ്ങനെ? ഞാൻ 10 km/h പോകുന്നു, മറ്റേ ട്രെയിൻ 5 km/h പോകുന്നു. ഞാൻ നിങ്ങളെ നോക്കുകയാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ അകന്നകന്ന് പോവുകയാണ്. ഞാൻ നോക്കുമ്പോൾ എന്റെ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരികയാണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് വിത്ത് കണ്ടക്ടർ മാറുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറും മൂവ് ചെയ്യാം, ബട്ട് എന്തായിരിക്കണം? റിലേറ്റീവ് വെലോസിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്പീഡ് ഡിഫറെന്റ് ആയിരിക്കണം. ഇനി ഒരു ചോദ്യം, അവർക്കിടയിലുള്ള സ്പീഡ് സെയിം ആണെങ്കിൽ, അവർ മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജിൽ മാറ്റം വരും? ഓക്കെ, മറ്റെന്തെങ്കിലും ആൻസർ? എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, കണ്ടക്ടറും മാഗ്നറ്റിക് ഫ്ലക്സും മൂവ് ചെയ്യാണ്, അവരുടെ സ്പീഡ് സെയിം ആണ്.
സ്പീഡ് സെയിം ആണെങ്കിൽ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് കണ്ടക്ടർ മാറോ? അപ്പൊ നിങ്ങൾ പറയണം ക്വസ്റ്റ്യൻ ഇസ് ഇൻകംപ്ലീറ്റ് സർ, അതിന്റെ ഡിറക്ഷൻ പറഞ്ഞിട്ടില്ല. If they are moving in the same direction with the same speed, then there is no relative velocity, so there will not be any EMF induced in the conductor since there is no change in flux linkage. പക്ഷേ അവരുടെ സ്പീഡ് സെയിം ആണ്, ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിലോ എന്ത് പറ്റും? ഫ്ലക്സ് ഇതോ ദൂരോട്ട് പോകുന്നു, കണ്ടക്ടർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം സ്പീഡ് പോവുകയാണ്. There is a change in flux linkage, hence there is a relative velocity, hence an EMF will be induced in the conductor. Clear ആണ് കൺസെപ്റ്റ്? അപ്പോ പൊസിഷൻ ഓഫ് ദി കണ്ടക്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് EMF ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദി കണ്ടക്ടർ ബാർ ഫീൽഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് EMF ഉണ്ടാക്കാം. അപ്പൊ 3 ഓപ്ഷൻ ആണ്. ഏതാ കണ്ടക്ടർ ഹാസ് ടു മൂവ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് ടു മൂവ്, ഓർ ബോത്ത് has to move, but there should be a relative velocity. Clear ആണോ കൺസെപ്റ്റ്? ക്ലിയർ ആണോ? ഓക്കെ. ഇങ്ങനെ കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡോ ആരെങ്കിലും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന EMFന്റെ പേരാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ക്ലിയർ ആണ്? EMF ഉണ്ടാക്കാനുള്ള ഒരു ഹൗ ടു ചേഞ്ച് ദി ഫ്ലക്സ് ലിങ്ക് വിത്ത് കണ്ടക്ടർ എന്നുള്ളതിന് ഒരു ഉത്തരവേ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്ത്? ആരെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. എങ്ങനെ? Method by which EMF is induced by moving either conductor or magnetic field